വിശുദ്ധ ചരിതം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നേ ദിവസം നാം അനുസ്മരിക്കുന്ന വിശുദ്ധനാണ് നോബ്ലാക്കിലെ വിശുദ്ധ ലെയോർനാർഡ്. ഇന്നത്തെ ജർമ്മനിയും ഫ്രാൻസും ഉൾപ്പെട്ടിരുന്ന ഫ്രാങ്കീഷ് സാമ്രാജ്യത്തിൻ്റെ ക്ലോവിഡ് പ്രഥമൻ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഒരു പ്രശസ്ത ഉദ്യോഗസ്ഥനായിരുന്നു ലെയോർനാർഡ്. വിശുദ്ധ റെമീജിയൂസ് ആണ് അദ്ദേഹത്തെ ക്രിസ്തുമതത്തിലേക്ക് മാനസാന്തരപ്പെടുത്തിയത്. സ്വർഗീയ മഹത്വത്തെപ്പറ്റി പഠിച്ച ഉടനെ അദ്ദേഹം കൊട്ടാരത്തിലെ ഉദ്യോഗം ഉപേക്ഷിച്ച് വിശുദ്ധ റെമീജിയൂസിൻ്റെ ശിഷ്യനായി. ഗുരുവിൻ്റെ ഉപദേശങ്ങൾ ലെയോർനാർഡിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഗുരുവിൻ്റെ വിനയവും ഉപവിയും തീക്ഷ്ണതയും ലെയോർനാർഡ് സ്വജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരുന്നു. കുറേ നാൾ അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു. രാജാവ് ലെയോർനാർഡിനെ പിന്നെയും പിന്നെയും കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരുന്നതിനാൽ ആ സ്ഥലം വിട്ട് ഓർലീസിലുള്ള വിശുദ്ധ മെസ്മിൻ്റെ ആശ്രമത്തിൽ ചേർന്ന് സന്യാസവസ്ത്രം സ്വീകരിച്ച് വിശുദ്ധ മെസ്മിൻ്റെ ഉപദേശാനുസരണം ജീവിച്ചു. കൂടുതൽ ഏകാഗ്രത ആഗ്രഹിച്ച് വിശുദ്ധ മെസ്മിൻ്റെ അനുവാദത്തോടെ വനത്തിലേക്ക് പുറപ്പെട്ടു. ബെറി എന്ന സ്ഥലത്ത് സുവിശേഷം പ്രസംഗിച്ച് ഏതാനും വിഗ്രഹാരാധകരെ ക്രിസ്തുമതത്തിലേക്ക് മാനസാന്തരപ്പെടുത്തി. അനന്തരം ലിമൂസിൻ എന്ന സ്ഥലത്ത് ഒരു വനത്തിൽ ഒരു പ്രാർത്ഥനാലയമുണ്ടാക്കി അവിടെ താമസിച്ചു. നോബ്ലാക്ക് എന്നാണ് വനത്തിൻ്റെ പേര്. അവിടെ സസ്യങ്ങളും വന്യപഴങ്ങളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഹാരം. ഈ പ്രായശ്ചിത്തമൊക്കെ കാണാൻ കുറേ നാൾ ദൈവം മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അദ്ദേഹത്തിന് അനുയായികളുണ്ടായി. പ്രവർത്തനരഹിതനായിരിക്കുന്നതിന് പ്രയാസമായിരുന്നതിനാൽ അദ്ദേഹം തടവുകാരെ സന്ദർശിച്ച് അവരെ മാനസാന്തരപ്പെടുത്തിയിരുന്നു. 559 വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചിരുന്ന തടവു പുള്ളികളുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണുവെന്ന് ഐതിഹ്യമുണ്ട്. വിശുദ്ധ ലെയോർനാർഡ് തടവറയിലായിരിക്കുന്നവരുടെ മധ്യസ്ഥനാണ്. വിചിന്തനം: കാരുണ്യം തുളുമ്പുന്ന വാക്കുകൾ അമൂല്യമായ ഒരു കൈമുതലാണ്. ഈ തൈലം അവരുടെ യാതനകളാകുന്ന മുറിവുകളിൽ ഒഴിക്കുക.